സ്വാഗതം ടോപ് 10ലേക്ക്. 2028 ആഗോള സമുദ്ര വ്യാപാര ഭൂപടത്തിൽ നിർണായക ശക്തിയാകാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അതിവേഗം ബഹദൂരം ഓടിയെത്താൻ മെട്രോമാന്റെ അതിവേഗ റെയിലും വരുന്നു. പുതുവർഷത്തിൽ വികസന ചിറകിൽ കുതിക്കാനൊരുങ്ങുകയാണ് നമ്മുടെ സംസ്ഥാനം. രാഷ്ട്രീയ കേരളത്തിലേക്ക് എത്തുമ്പോൾ തിരുത്തൽ നടപടികളിലാണ് CPM. പാർട്ടിക്കുള്ളിലും പുറത്തും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ സജീവമായി UDF രംഗത്തുണ്ട്. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കേരള ജനതയുടെ അതിവേഗ യാത്രാമോഹത്തിന് ഗതിവേഗം പകർന്ന മെട്രോമാൻ ശ്രീധരൻ. തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കേന്ദ്ര നിർദ്ദേശമെന്ന് ശ്രീധരൻ. നിർമ്മാണ ചുമതല DMRCക്ക്. പൊന്നാനിയിൽ ഓഫീസ് തുടങ്ങി. 70% മേൽപ്പാത, 20% തുരങ്കപാത. സ്ഥലം വേണ്ടത് 10% മാത്രം. ഇനിയെങ്കിലും ആ മഞ്ഞക്കുറ്റി ഒന്ന് ഊരിക്കളയാമോ എന്ന് രമേശ് ചെന്നിത്തല. വികസന ചിറകിൽ കുതിക്കാൻ കേരളം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ കേരളത്തിന്റെ പേര് സുവർണ ലിപികളിൽ എഴുതപ്പെട്ടുവെന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പുതിയ അധ്യായമെന്നും മുഖ്യമന്ത്രി. 10 വർഷത്തെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉമ്മൻചാണ്ടിയുടെ പങ്കും ഓർമ്മിപ്പിച്ച് കരുണാനിധി. 2ഉം 3ഉം 4ഉം ഘട്ടം ഒരുമിച്ച് 2028 പൂർത്തിയാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സമ്മർദ്ദം കാരണമെന്ന് VD സതീശൻ. ഇടക്കാല ജാമ്യത്തിന് SIT കളമൊരുക്കി. സ്വർണ്ണക്കൊള്ളയിലെ പ്രതികൾ CPM സംരക്ഷണയിലെന്ന് സണ്ണി ജോസഫ്. ജനങ്ങളുടെ വിമർശനം കാണാനും കേൾക്കാനും തയ്യാറാകണമെന്ന് ബിനോയ് വിശ്വം. 27-ന് പ്രതിഷേധ സംഗമത്തിന് UDF. കണ്ണൂർ പാർട്ടി ഫണ്ട് തട്ടിപ്പ് വിവാദം CPM-നെ പിടിച്ചുകുലുക്കുന്നു. തുറന്നു പറച്ചിൽ. പാർട്ടിക്കുള്ളിൽ പൊരുതിത്തോറ്റിട്ടെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ. പ്രതിരോധത്തിലാക്കിയ പരസ്യ പ്രസ്താവനയിൽ അച്ചടക്ക നടപടിക്ക് CPM. പുറത്തുവന്നത് മഞ്ഞുമലയുടെ ഒരറ്റമെന്നും പാർട്ടി തന്നെ സ്റ്റേഷനും കോടതിയുമാകുന്നത് അംഗീകരിക്കില്ലെന്നും കോൺഗ്രസ്. MLA-യുടെ രാജി ആവശ്യപ്പെട്ട കോൺഗ്രസും BJP-യും നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾക്കു നേരെ CPM-ന്റെ അക്രമം. വർഗീയ പ്രസ്താവനയിൽ മന്ത്രി സജി ചെറിയാൻ. CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. സെൻട്രൽ മോട്ടോർ വാഹന ചട്ട ഭേദഗതി കേരളത്തിലും കർശനമാക്കി. ചലാൻ കിട്ടിയാൽ 45 ദിവസത്തിനകം പിഴയടയ്ക്കണം. വർഷത്തിൽ 5 ചലാൻ കിട്ടിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. ചലാൻ കുടിശ്ശികയുള്ള എല്ലാ വാഹനങ്ങളും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും എന്നതുൾപ്പെടെ ഭേദഗതിയിൽ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി UDF. പട്ടാമ്പി കോങ്ങാട് സീറ്റുകൾ വെച്ചുമാറാൻ കോൺഗ്രസ് ലീഗ് ധാരണ. കഴിഞ്ഞ തവണത്തെ സീറ്റുകളിൽ മത്സരിക്കുമെന്ന് PJ ജോസഫ്. ചെന്നിത്തല കോൺഗ്രസ് പ്രചാരണ സമിതി അധ്യക്ഷനായേക്കും. സണ്ണി ജോസഫ് മത്സരിച്ചാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് KC ജോസഫിനും കൊടിക്കുന്നിലിനും പരിഗണന. പ്രധാനമന്ത്രി സ്വീകരിക്കാൻ ഹൈക്കോടതി വിധി ലംഘിച്ച് നടപ്പാതയിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിൽ BJP തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനെതിരെ കേസെടുത്ത പോലീസ്. പാളയം മുതൽ പുളിമൂട് വരെ പൊതുജനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തിയെന്ന പോലീസ്. സമ്മേളനവേദിയിൽ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോകാതിരുന്നത് അച്ചടക്കം പാലിച്ചുകൊണ്ടെന്ന കൗൺസിലർ R ശ്രീലേഖയുടെ വിശദീകരണം. T20 ലോകകപ്പിൽ ബംഗ്ലാദേശിന് പകരം മത്സരിക്കുന്ന സ്കോട്ട്ലൻഡ് ഗ്രൂപ്പ് സിയിൽ കളിക്കും. ICC നടപടി. ഇന്ത്യയിൽ കളിക്കാനാകില്ലെന്ന് ബംഗ്ലാദേശ് ആവർത്തിച്ചതോടെ ലോകകപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നതോടെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് കോടികളുടെ വരുമാന നഷ്ടമുണ്ടാകുമെന്ന് വിലയിരുത്തൽ. അമേരിക്കയുടെ താരിഫ് ഭീഷണി മറികടക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം നിർണായക ഘട്ടത്തിൽ. ഇന്ത്യയോട് കൂടുതൽ അടുക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ. റിപ്പബ്ലിക് ദിനത്തിൽ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിക്കുന്ന ചരിത്ര കരാർ ഇരു കൂട്ടരും ഒപ്പിടും. സ്റ്റോറി ഓഫ് ദ ഡേ. കരുതി വെച്ചൊരു സ്വപ്നയാത്ര. കേരള
ജനതയുടെ അതിവേഗ യാത്രാമോഹത്തിന് ഗതിവേഗം പകർന്ന മെട്രോമാൻ ഇ ശ്രീധരൻ സംസ്ഥാനത്ത് അതിവേഗ റെയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള കേന്ദ്ര നിർദ്ദേശം ലഭിച്ചുവെന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞു. DMRCക്കാണ് നിർമ്മാണത്തിന്റെ ചുമതല. എന്തായാലും സമയമൊട്ടും കളയാനില്ല. പൊന്നാനിയിൽ ഓഫീസും തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 430 കിലോമീറ്റർ പാത, 3 മണിക്കൂർ 15 മിനിറ്റ് യാത്രാനേരം, 22 സ്റ്റേഷനുകൾ, ട്രാക്കിൽ 70% മേൽപ്പാത, 20% തുരങ്കപാത. ഭൂമി വേണ്ടത് 10% മാത്രം. അതും ഈ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായാൽ ഭൂമിയിൽ ഉടമസ്ഥർക്ക് പൂർണ്ണ അവകാശം എന്ന നിലയിൽ. കാര്യങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊക്കെ നടന്നാൽ 5 വർഷത്തിനുള്ളിൽ അതിവേഗ റെയിൽ സംസ്ഥാന ചരിത്രത്തിലേക്ക് കുതിക്കും. സംസ്ഥാന സർക്കാരിന്റെ കേരയിൽ പദ്ധതി പൂർണ്ണമായും തള്ളിയാണ് പുതിയ അതിവേഗ പാതയുടെ പദ്ധതി തയ്യാറാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് 3.25 മണിക്കൂർ കൊണ്ട് എത്താനാകുന്ന ട്രെയിന് മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയുണ്ടാകും. റെയിൽവേ ലൈനിന്റെ 60% ആകാശപാതയും 20%തോളം ഭൂഗർഭ പാതയുമാണ്. ഏതാണ്ട് 10% മാത്രമാകും സാധാരണ ലൈൻ. സിൽവർ ലൈൻ പദ്ധതി പോലെ കേരളത്തെ രണ്ടായി വിഭജിക്കാത്ത പുതിയ പാതയ്ക്കായി 25 മീറ്റർ വീതിയിൽ മാത്രമാകും ഭൂമി ഏറ്റെടുക്കേണ്ടി വരിക. നിർമ്മാണത്തിന് ശേഷം ഫില്ലർ നൽകുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി ഭാഗം ഉടമസ്ഥർക്ക് തന്നെ നിയന്ത്രണത്തോടെ വാടകയ്ക്ക് നൽകും. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം, കൊട്ടാരക്കര, അടൂർ വഴി കോട്ടയത്തെത്തി എറണാകുളം നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി തൃശൂർ, കുന്നംകുളം, എടപ്പാൾ, കരിപ്പൂർ വിമാനത്താവളം, കോഴിക്കോട് വഴി കണ്ണൂരിലെത്താവുന്ന രീതിയിലാണ് പുതിയ റെയിൽ വരിക. അതിവേഗ പാതയ്ക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പങ്കാളികളായ പുതിയ കമ്പനി രൂപീകരിക്കും. 59% റെയിൽവേയും 41% സംസ്ഥാന സർക്കാരും വഹിക്കേണ്ടി വരും. കൊങ്കൺ റെയിൽവേയിൽ നിന്നും 40,000 കോടി വായ്പയായും ബാക്കി 60,000 കോടി രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ലഭ്യമാക്കേണ്ടിയും വരും. 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന പദ്ധതിക്കായി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പ്രതിവർഷം 6,000 കോടി രൂപ വീതം വകയിരുത്തേണ്ടി വരും. 560 യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന മിനിമം 7 കോച്ചുകളുള്ള ട്രെയിനുകളാണ് ഉപയോഗിക്കുക. 5 മിനിറ്റ് ഇടവേളകളിൽ ട്രെയിൻ സർവീസ് നടത്താനാകും. സിൽവർ ലൈൻ പദ്ധതി നിലച്ചതോടെ വഴിമുട്ടി നിൽക്കുന്ന കേരളത്തിന്റെ അതിവേഗ യാത്ര സ്വപ്നങ്ങൾക്ക് ഇ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയിലൂടെ വീണ്ടും ചിറക് മുളയ്ക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കൽ കാര്യമായ തടസ്സമുണ്ടായില്ല എങ്കിൽ 5 വർഷം കൊണ്ട് കേരളം പുതിയ വേഗത്തിൽ സഞ്ചരിക്കും. അമൃത ന്യൂസ്, മലപ്പുറം. അതേസമയം ഈ സർക്കാരിന്റെ കാലത്ത് ഒരു റെയിൽ പദ്ധതിയും വരാൻ പോകുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. കേരളിന്റെ സ്ഥിതി എന്തായി എന്ന മുൻ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യവും. ഇ ശ്രീധരനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ആ മഞ്ഞക്കുറ്റി അവിടുന്ന് മാറ്റി ജനങ്ങളെ രക്ഷിക്കണമെന്നാണ് ഇന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇനി ഇതുപോലെ പലതും പറയും. ഈ സർക്കാരിന്റെ കാലത്ത് ഒന്നും നടക്കാൻ പോകുന്നില്ല. KV തോമസ് പറഞ്ഞ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നും ചെന്നിത്തല ചോദിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്വപ്നച്ചിറകേറി കുതിക്കുകയാണ്. 2ാം ഘട്ട തുറമുഖത്തിന്റെ നിർമ്മാണം, ദേശീയപാതയിലേക്കുള്ള പോർട്ട് റോഡ്, ഇത് രണ്ടും ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം വിസ്മയമായി മാറിയെന്നും ഇടതു സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞത്. തുറമുഖ പദ്ധതിയിലെ 10 വർഷത്തെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഈ കുറവുകളെല്ലാം പരിഹരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി. അതേസമയം തുറമുഖ നിർമ്മാണത്തിലെ ഉമ്മൻചാണ്ടിയുടെ പങ്കും ഓർമ്മിപ്പിച്ചാണ് അദാനി പോർട്സ് MD കരൺ അദാനി വേദിയിൽ സംസാരിച്ചത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സമ്പൂർണ്ണ വികസനമാണ് 2ാം ഘട്ടത്തിൽ പൂർത്തിയാകുന്നത്. 10,000 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2028ഓടെ പൂർത്തിയാകും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയപാത ബൈപ്പാസിലേക്കുള്ള പോർട്ട് റോഡിന്റെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെട്ടു. പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ വിവരിച്ച മുഖ്യമന്ത്രി ഇടതു സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമായി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തു തന്നെ വിസ്മയമായി മാറിയെന്നും ചൂണ്ടിക്കാട്ടി. ഇതൊന്നും കേരളത്തിന് പറ്റിയ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ആക്ഷേപിച്ചവരും പരിഹസിച്ചവരുമുണ്ടായിരുന്നു. പക്ഷേ ആ ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും നമ്മൾ മറുപടി നൽകിയത് ഇതുപോലുള്ള അനേകം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ്.
ഉദ്ഘാടന വേദിയിൽ സംസാരിച്ച മന്ത്രിമാർ പിണറായി സർക്കാരിന്റെ നേട്ടമായി വിഴിഞ്ഞം തുറമുഖത്തെ അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടിയപ്പോൾ പിന്നാലെ സംസാരിച്ച പ്രതിപക്ഷ നേതാവാകട്ടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ആദരവ് പറഞ്ഞാണ് തുടങ്ങിയത്. ഈ 10 വർഷക്കാലം പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ കുറവുകൾ എണ്ണിപ്പറഞ്ഞു. റോഡ് ഔട്ട്റീച്ച് നമ്മൾ പൂർത്തിയാക്കുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. നമുക്ക് ഇതുവരെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 11 വർഷം കഴിഞ്ഞിട്ടു. ഒന്നാം ഘട്ടം 2019 പൂർത്തിയാകുമ്പോൾ റെയിൽ ഔട്ട്റീച്ച് നമ്മൾ പൂർത്തിയാക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ടിയിരുന്ന റെയിൽ ഔട്ട്റീച്ച് 11 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ പൂർത്തിയാക്കിയില്ല. ഈ പദ്ധതിയുടെ ആരംഭ ദിശയിൽ തന്നെ ഒരു മത്സ്യബന്ധന തുറമുഖവും ഒരു മത്സ്യ സംസ്കരണ പാർക്കും ഉണ്ടായിരുന്നു. അത് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം ഏതെങ്കിലും ഒരു സർക്കാരിന്റെ മാത്രം വിജയമല്ല വിഴിഞ്ഞം തുറമുഖമെന്നും എല്ലാവരുടെയും ഒറ്റക്കെട്ടായുള്ള പരിശ്രമമാണെന്നും അദാനി പോർട്ട് MD കരൺ അദാനി ചൂണ്ടിക്കാട്ടി. ഒപ്പം ഉമ്മൻചാണ്ടിയുടെ പങ്കും എടുത്തു പറഞ്ഞു. Vizhinjam is the result of sustained political will across administration and across party lines. It is only right to acknowledge the foundational role played by the late Shri Oman Chandi ji, under whose leadership this project was awarded and given its initial momentum. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ നാടിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം മുന്നണികൾക്ക് പ്രചാരണ വിഷയമാകുമ്പോഴാണ് ഉദ്ഘാടന വേദിയിലും പദ്ധതിയുടെ വിജയശില്പികൾ ആരാണെന്നുയർത്തിക്കാട്ടാൻ മത്സരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു പരിധിക്കപ്പുറം അന്വേഷണം എങ്ങോട്ടും നീങ്ങുന്നില്ല, അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം SIT മന്ദഗതിയിലേക്ക് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. എന്തായാലും ഈ ഒരു സാഹചര്യം കോൺഗ്രസ് അങ്ങേയറ്റം രൂക്ഷമായി ഉപയോഗിക്കുകയാണ്, അതിനെതിരെ ആഞ്ഞടിക്കുകയാണ്. മനഃപൂർവ്വം കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിപ്പിച്ച പ്രതികൾക്ക് ഇടക്കാല ജാമ്യത്തിന് SIT കളമൊരുക്കിയെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലിലൂടെ SIT അന്വേഷണം വൈകിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. പ്രതികളെ CPM സംരക്ഷിക്കുന്നുവെന്ന് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് വിമർശിച്ചപ്പോൾ പാർട്ടി ജീർണതയുടെ വക്കിലെന്നാണ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചത്. സർക്കാർ സമ്മർദ്ദത്തെ തുടർന്ന് ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാതെ കുറ്റവാളികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം SIT ഒരുക്കി നൽകുകയായിരുന്നുവെന്നാണ് VD സതീശൻ ആരോപിച്ചത്. അന്വേഷണത്തിലും കുറ്റപത്രം സമർപ്പിക്കുന്നതിലും SITക്ക് വീഴ്ചയുണ്ടായെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സുപ്രീം കോടതിയിലും പോയി, ഹൈക്കോടതിയിലൊക്കെ പോയി, ജാമ്യം കിട്ടിയില്ല. അപ്പോൾ പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടാനുള്ള അവസ്ഥ SIT ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സമ്മർദ്ദമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ട നേതാക്കളെ CPM സംരക്ഷിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആരോപിച്ചു. സ്വർണ്ണക്കൊള്ളയിലെ ശരിയായ അന്വേഷണത്തിനായി കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കും. 27-ന് സെക്രട്ടേറിയറ്റിന് മുന്നിലും DCCകളുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റുകൾക്ക് മുന്നിലും പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ട, മോഷ്ടിക്കപ്പെട്ട ആ കേസിന്റെ ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. CPM ജീർണിച്ച പാർട്ടിയായി മാറിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. ഗത്യന്തരമില്ലാതെയാണ് സഖാക്കൾ പ്രതികരിക്കുന്നത്. ശബരിമല കേസിൽ SITക്ക് സർക്കാരിന്റെ സമ്മർദ്ദമുണ്ട്. വർഗീയ വിഷം ചീറ്റാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചതെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദഹിക്കാൻ പറ്റാത്ത വണ്ണമുള്ള ആശയ പാപ്പരത്വവും ദാരിദ്ര്യവും നേരിടുന്ന ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിയിരിക്കുകയാണ്. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി സോണിയാഗാന്ധിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. CPM എത്തിയിരിക്കുന്ന അപജയത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് സോണിയാഗാന്ധിക്കെതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. രാഷ്ട്രീയക്കാരാകുമ്പോൾ ആളുകൾ ഫോട്ടോ എടുക്കുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. CPM എത്തിയിരിക്കുന്ന അപജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സോണിയാഗാന്ധിയുടെ പേര് പറയുന്നത്. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV. ജനങ്ങൾ വിമർശനം ഉന്നയിക്കുമ്പോൾ കാത് പൊത്തിപ്പിടിക്കാതെ കേൾക്കാനും കണ്ണു തുറന്നു കാണാനും തയ്യാറാകണമെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ശബരിമലയുമായി ബന്ധപ്പെട്ട ഏത് വിഷയമായാലും അതിനെ തങ്ങൾ ഗൗരവമായി കാണും. SITയുടെ അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിലും LDF വഴിമുടക്കിയിട്ടില്ല. അതേസമയം കോൺഗ്രസ് നേതാക്കളുമായുള്ള ചിത്രങ്ങൾ വീണ്ടും വീണ്ടും വരികയാണ്. സോണിയാഗാന്ധി മാത്രമല്ല, UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പുതിയ ചിത്രങ്ങളുമുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ദേശീയ പ്രാധാന്യമുള്ള ഇവിടുത്തെ ഒരു ക്ഷേത്രമാണ് ശബരിമല. ലക്ഷങ്ങളെ ആകർഷിക്കുന്നൊരു വലിയ ആരാധനാ കേന്ദ്രമാണ് ശബരിമല. അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് വിഷയം വന്നാലും ഞങ്ങൾ അതിൻ്റെ ഗൗരവമായിട്ട് കാണും.
ജനങ്ങളും കാണും. അതുകൊണ്ട് ഇടതുപക്ഷം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, അത്രയും മഹത്തായ സ്ഥാനമുള്ള ശബരിമലയിലെ ഏതെങ്കിലും സ്വത്ത്, അത് കട്ടളപ്പടിയോ വാതിൽപ്പടിയോ ദ്വാരപാലകന്മാരോ എന്തു ആകട്ടെ, ശബരിമലയുടെ ഏതെങ്കിലും സ്വത്ത് ആരെങ്കിലും തട്ടിപ്പറിച്ചിട്ടുണ്ടെങ്കിൽ അതാരായാലും, അടിവരയിട്ട് ഞാൻ പറയുന്നു, അതാരായാലും അവരോട് ഈ സർക്കാർ സന്ധി ചെയ്യില്ല. അവർക്കെല്ലാം ശിക്ഷ ഉണ്ടാകുന്ന ഉറപ്പാക്കിയ ഗവൺമെൻറ്റാണിത്. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള SIT അന്വേഷണത്തിന് നിർബാധം പോകാൻ എന്നും പിന്തുണച്ച ഗവൺമെൻറ്റാണിത്. ഈ ഗവൺമെൻറ് ഒരിക്കൽ പോലും SITയുടെ അന്വേഷണത്തെ വഴിമുടക്കിയിട്ടില്ല, നാളെയും മുടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ആരാണോ കുറ്റം ചെയ്തവർ, അതാരായാലും ശരി, ശിക്ഷിക്കപ്പെടണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. സ്വർണ്ണക്കൊള്ള നടത്തിയ ഇടത് വലത് കുറുവ സംഘങ്ങൾക്കും പിണറായി വിജയൻ സർക്കാരിന്റെ യുവജന വിരുദ്ധതയ്ക്കുമെതിരെയായിരുന്നു പ്രതിഷേധം. ബാരിക്കേഡുകൾ തകർത്ത് കളക്ടറേറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ശേഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടെ കോഴിക്കോട് വയനാട് റോഡ് ഉപരോധിച്ചതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടതോടെ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കണ്ണൂർ പാർട്ടി ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ തള്ളി CPM. കുഞ്ഞികൃഷ്ണനെതിരെ അച്ചടക്ക നടപടിക്ക് CPM തയ്യാറെടുക്കുകയാണ്. അതിനിടെ കുഞ്ഞികൃഷ്ണനെതിരെ പയ്യന്നൂരിൽ പലയിടത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് 46 ലക്ഷം രൂപ CPM പയ്യന്നൂർ MLA TI മധുസൂദൻ അടക്കമുള്ളവർ തട്ടിയെടുത്തെന്ന ഗുരുതര വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം വി കുഞ്ഞികൃഷ്ണൻ നടത്തിയത്. CPMനെ പിടിച്ചുകുലുക്കുന്ന വെളിപ്പെടുത്തലാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ നടത്തിയത്. 2016 കൊല്ലപ്പെട്ട ധനരാജിന്റെ പേരിൽ സമാഹരിച്ച രക്തസാക്ഷി ഫണ്ടിൽ നിന്നും 46 ലക്ഷം രൂപ CPM പയ്യന്നൂർ MLA TI മധുസൂദനൻ അടക്കമുള്ളവർ തട്ടിയെടുത്തു എന്നതാണ് വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇക്കാര്യം അറിയാമെന്നും കുഞ്ഞികൃഷ്ണൻ പറയുന്നു. മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോട് താൻ ഇക്കാര്യം പറഞ്ഞിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി. ധനരാജിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാനും കേസ് നടത്തലുമായിരുന്നു ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ദേശം. എന്നാൽ 2021 വരെ കണക്കുകൾ അവതരിപ്പിച്ചിരുന്നില്ല. 2020 ഏരിയ സെക്രട്ടറിയായ താൻ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ഒന്നും ലഭിച്ചില്ല. 2021 സമ്മേളനത്തിന് തൊട്ടുമുൻപ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ തന്നെ ചുമതലപ്പെടുത്തിയപ്പോഴാണ് വിചിത്രമായ കണക്കുകൾ കണ്ടെത്തിയത് എന്നും അദ്ദേഹം പറയുന്നു. വീട് നിർമ്മാണത്തിന് 34.75 ലക്ഷത്തിന്റെ ചെക്ക് നൽകി എന്നായിരുന്നു കണക്ക്. എന്നാൽ ചെക്ക് പരിശോധിച്ചപ്പോൾ 29.75 ലക്ഷം രൂപ കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്കും 5 ലക്ഷം രൂപ അന്നത്തെ ഏരിയ സെക്രട്ടറി KP മധുവിന്റെ അക്കൗണ്ടിലേക്കും പോയതായി കണ്ടെത്തി. ഏരിയ കമ്മിറ്റിയുടെ കെട്ടിട നിർമ്മാണത്തിന് 40 ലക്ഷം രൂപ ഉപയോഗിച്ചുവെന്നും പറയുന്നു. എന്നാൽ കെട്ടിടം പണിക്കുള്ള ഫണ്ട് അവിടെയുണ്ടായിരുന്നു. രക്തസാക്ഷി ഫണ്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. വ്യാജ രസീത് പ്രിന്റ് ചെയ്യിപ്പിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ പൊരുതി തോറ്റിട്ടാണ് ഇപ്പോൾ ഈ തുറന്നു പറച്ചിലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പാർട്ടിക്കകത്ത് ഇത് നിരന്തരം ഉന്നയിച്ചിട്ടും പരിഹാരമാകുന്നില്ല എന്ന ഒരു ഘട്ടത്തിലാണ് ജനങ്ങളോട് തുറന്നു പറയുക എന്ന ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചത്. അതിന് ഒരു പുസ്തകം എഴുതുക എന്ന ഒരു രീതിയാണ് ഞാൻ അവലംബിച്ചത്. അതേസമയം വെളിപ്പെടുത്തലിന് പിന്നാലെ കുഞ്ഞികൃഷ്ണനെതിരെ പയ്യന്നൂരിൽ വ്യാപക പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. തടവറകളും ഇടിമുറുകളും വിളിച്ച നാളുകളിൽ വിശുദ്ധൻ എവിടെയായിരുന്നു എന്നാണ് പോസ്റ്ററിൽ ചോദിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളടക്കം ചർച്ച ചെയ്യാൻ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം നാളെ ചേരും. പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ പരസ്യ പ്രസ്താവനയിൽ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കുഞ്ഞികൃഷ്ണനെതിരെ അച്ചടക്ക നടപടിക്കും സാധ്യതയേറെയാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അതിനിടെ TI മധുസൂദൻ MLAയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസും BJPയും നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾക്കു നേരെ CPM പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടു. അക്രമത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച് വി കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി പയ്യന്നൂരിലുടനീളം പോസ്റ്ററുകൾ പതിച്ചതോടെ മേഖലയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. 6 കോൺഗ്രസ് പ്രവർത്തകർക്കും 3 BJP പ്രവർത്തകർക്കും പരിക്കുണ്ട്. ഗുണ്ടകളെ ഇറക്കി ആക്രമണമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. മർദ്ദിച്ചത് MLAയുടെ ആളുകളെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. പരിക്കേറ്റ പ്രവർത്തകരെ പ്രിയദർശിനി ആശുപത്രിയിൽ BJP പ്രവർത്തകരെ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു.
അതേസമയം കുഞ്ഞികൃഷ്ണനെ തള്ളി CPM നേതാവ് MV ജയരാജൻ രംഗത്തെത്തി. ഒരു തരത്തിലുമുള്ള ഫണ്ട് തട്ടിപ്പും നടന്നിട്ടില്ല. ആരോപണം വാസ്തവ വിരുദ്ധമാണ്. പാർട്ടിയെ അപമാനിക്കാനുള്ള നീക്കമാണ് കുഞ്ഞികൃഷ്ണൻ നടത്തിയത് എന്നും ജയരാജൻ ആരോപിച്ചു. കോടിയേരി ബാലകൃഷ്ണനെ അപമാനിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ ചെയ്തത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. CPIM-ന്റെ അന്തരിച്ച മഹാനായ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ ആക്ഷേപമുന്നയിച്ചുകൊണ്ട് CPIM ഫണ്ട് തട്ടുന്ന പാർട്ടിയാണ് എന്ന് V കുഞ്ഞികൃഷ്ണൻ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ്. പയ്യന്നൂർ MLA മധുസൂദനെതിരെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ സാമ്പത്തിക ക്രമക്കേടിൽ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് VD സതീശൻ. പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പോലീസിനെ അറിയിക്കാത്തത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും കോടതിയുമാകുന്നത് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നും VD സതീശൻ പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരായി വ്യാപകമായ ഭീഷണിയാണ്. സത്യം തുറന്നു പറഞ്ഞ TP ചന്ദ്രശേഖരന് എതിരെ പോലുള്ള വധഭീഷണി ഈ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തിനുണ്ടായിരുന്നു. പ്രളയ ഫണ്ടും കോവിഡ് ഫണ്ടും ഒക്കെ തട്ടിയെടുക്കാൻ മടിയില്ലാത്ത പാർട്ടിയാണ് CPM എന്ന് തെളിയിച്ചിരിക്കുന്നു. കരുവന്നൂരിൽ കോടികളാണ് തട്ടിയെടുത്തത്. പാർട്ടി തന്നെ പ്രതിയായി, CPM തന്നെ കരുവന്നൂരിൽ പ്രതിയായി ഇല്ലേ? അതുപോലെ വയനാട് ബ്രഹ്മഗിരിയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപകമായ അതിശയമാണ് പാർട്ടിയെക്കുറിച്ച് വരുന്നത്. പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളും പൊതുഫണ്ട് കൊള്ളയടിക്കുന്നതായിട്ട് ആരോപണം വന്നിട്ട് അതിനൊരു അന്വേഷണവും നടത്താൻ, ഒരു തരത്തിലുള്ള അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നത് പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും പാർട്ടി തന്നെ കോടതിയുമാകുന്ന പരിപാടി നടക്കില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായി ചെയ്യേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുന്നു. പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പുറത്തുവന്ന വിവരങ്ങൾ ഗൗരവമുള്ളതെന്ന് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA. പുറത്തുവന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. രക്തസാക്ഷികളുടെ ഫണ്ട് പോലും അപഹരിക്കുന്ന നേതാക്കളെ സംരക്ഷിക്കുന്ന പാർട്ടിയായി CPM അധപതിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആരോപണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന ഗുരുതരമായ അഴിമതിയും സാമ്പത്തിക ക്രമക്കേടുകളും സഹകരണ മേഖലയിലാണെങ്കിലും രക്തസാക്ഷികളുടെ ഫണ്ട് പോലും അപഹരിക്കുന്ന നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപത്തെ കേവലം നിഷേധിച്ചതുകൊണ്ടോ പാർട്ടി ചർച്ച ചെയ്താണ് എന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. അതിനെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാവശ്യപ്പെടുകയാണ്. CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളുടെ ഒരംശം മാത്രമാണ് പുറത്തു വന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പറയുകയാണ്. ഭരണത്തിന്റെ തണലിൽ ഗുരുതരമായ അഴിമതികളാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് പയ്യന്നൂരിൽ പുറത്തു വന്നത്. ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളുടെ ഒരു അംശം മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പണം വെട്ടിക്കുക, സൊസൈറ്റിയിൽ നിന്ന് ചതുപ്പ് നനവെടുക്കുക, ഇങ്ങനെയുള്ള ധാരാളം അഴിമതി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം. പുറത്ത് കൊണ്ടുവന്ന ആളുടെ പേര് ശാസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ്. അദ്ദേഹം ഇത് പറഞ്ഞതിൻ്റെ പേര് അദ്ദേഹത്തെ ശാസിക്കുന്നു. K. മുരളീധരൻ ഇന്ന് പ്രതികരിച്ചു. പയ്യന്നൂരിലെ വെളിപ്പെടുത്തൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മൂല്യച്യുതിയാണ് വെളിവാക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അയ്യപ്പന്റെ സ്വർണം മുതൽ രക്തസാക്ഷി ഫണ്ട് വരെ കക്കുന്ന പാർട്ടിയായി CPM മാറി. നേതൃത്വം തിരുത്താൻ ശ്രമിക്കുന്നവരെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രസ്ഥാനം എത്രത്തോളം അധപ്പതിച്ചു എന്നതിന് ഉദാഹരണമാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അയ്യപ്പന്റെ സ്വർണം മുതൽ രക്തസാക്ഷി ഫണ്ട് വരെ കക്കുന്നൊരു പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി അധപ്പതിച്ചു. അതാണ് ഈ MLA-ക്കെതിരായി ഉത്തരവാദിത്വത്തോടുകൂടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ശ്രീ കുഞ്ഞിക്കണ്ണൻ. അദ്ദേഹം പറയുന്നത് പാർട്ടി ഒരു തെറ്റ് ചെയ്യുമ്പോൾ നേതൃത്വത്തിന് തെറ്റുപറ്റിയാൽ അണികൾ തിരുത്തണം.
അത്തരത്തിലൊരു തിരുത്തൽ നടപടികളിലേക്ക് ഇന്നിപ്പോൾ CPM സംസ്ഥാന സമിതിയും കടന്നിരിക്കുകയാണ്. മന്ത്രി സജി ചെറിയാന് CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ് വിവരങ്ങളുമായി. അൺഫിലിറ്റ്, സജി ചെറിയാന്റെ വർഗീയ പ്രസ്താവന പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി, ക്ഷീണമുണ്ടാക്കി. ആ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ വിലയിരുത്തുന്നത്? സജി ചെറിയാന്റെ വിശദീകരണ കുറിപ്പ് വേണ്ടത്ര ഫലം കണ്ടില്ല എന്നുണ്ടോ? തീർച്ചയായും ഇന്ന് സംസ്ഥാന സമിതി ചേരുകയായിരുന്നു. സംസ്ഥാന സമിതിയിലാണ് സജി ചെറിയാനെതിരെ സമിതിയിൽ പങ്കെടുത്ത അംഗങ്ങൾ അതിരൂക്ഷ വിമർശനമാണ് നടത്തിയത്. കാരണം ഈ സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ വേളയിൽ പാർട്ടി പ്രതിരോധത്തിലാകുന്ന പ്രസ്താവനകൾ നടത്താൻ പാടില്ലായിരുന്നു. മാത്രമല്ല, നേതാക്കളൊക്കെ തന്നെ നാവടക്കി മിണ്ടാതിരിക്കണമെന്ന് പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ തന്നെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അത് സജി ചെറിയാൻ മാത്രമല്ല, AK ബാലന് മുമ്പ് നടത്തിയ ജമാഅത്തെ വിരുദ്ധ പ്രസ്താവനകളൊക്കെ തന്നെയും പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കി. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എന്തുകൊണ്ട് നേതാക്കൾ, അത് മുതിർന്ന നേതാക്കൾ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരുന്നുകൊണ്ട് വാക്കുകൾ സംസാരിക്കുമ്പോൾ, പ്രസ്താവന നടത്തുമ്പോൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വേളകളിൽ നടക്കുന്ന പ്രസ്താവനകളൊക്കെ തന്നെ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്ന് നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. കടുത്ത വിമർശനം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായി എന്നത് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം അത്രയേറെ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന് പറയുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ ഒരു പ്രസ്താവനയിൽ മുഖ്യമന്ത്രി മൗനം തുടരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ രീതിയിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ വലിയ രീതിയിൽ വിമർശനം ഉണ്ടായത്. മാത്രമല്ല, ഈ സജീവൻ വിശദീകരണ കുറിപ്പ് എഴുതിയിരുന്നു. അത് മുഖ്യമന്ത്രി ഇടപെട്ട വിശദീകരണ കുറിപ്പ് പോലും പാർട്ടി നേതൃത്വം ഇടപെട്ട് നൽകിയെങ്കിലും ആ വിശദീകരണ കുറിപ്പിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അത് വേണ്ടത്ര ഫലം കണ്ടില്ല എന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ വിലയിരുത്തലുണ്ടായി. കാരണം അതിൽ തനിക്ക് പറ്റിയത് താൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും അതിനകത്തെ ക്ഷമാപണമോ ഒക്കെ തന്നെ വേണ്ട രീതിയിലൊരു എന്താണോ പാർട്ടി ഉദ്ദേശിച്ചത് ആ രീതിയിലായിരുന്നില്ല ക്ഷമാപണത്തിന്റെ വാർത്താക്കുറിപ്പ് ഇറങ്ങിയത് എന്ന രീതിയിൽ പോലും വിമർശനങ്ങൾ ഉണ്ടായി. എന്തായാലും ഈ സമയത്ത് ഈ രണ്ട് മുതിർന്ന നേതാക്കളുടെയും പ്രസ്താവനകൾ പാർട്ടിക്ക് അസ്ഥാനത്തായി പോയത്. തീർച്ചയായും തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യം, നിരവധി വിവാദങ്ങൾ ഈ പറഞ്ഞതുപോലെ CPM കരുതലോടെ തന്നെ സൂക്ഷിക്കുകയാണ്. CPM സംസ്ഥാന സമിതിയിൽ സജി ചെറിയാൻ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നു. നാവടക്കണം, വിവാദത്തിൽപ്പെടാതെ നാവടക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. അൺഫിറ്റാണ് വിവരങ്ങളുമായി ചേർന്നത്. സെൻട്രൽ മോട്ടോർ വാഹന ചട്ട ഭേദഗതി കേരളത്തിലും കർശനമാക്കിയിരിക്കുന്നു. പുതിയതായി ഭേദഗതി ചെയ്ത സെൻട്രൽ മോട്ടോർ വാഹന ചട്ടങ്ങൾ 2026 പ്രകാരമുള്ള വാഹൻ ചലാൻ സംവിധാനമാണ് കർശനമാക്കിയിരിക്കുന്നത്. പുതിയ ഭേദഗതി പ്രകാരം ചലാൻ കിട്ടിയാൽ 45 ദിവസത്തിനുള്ളിൽ പിഴയൊടുക്കണം. ഇനി വർഷത്തിൽ 5 അതിലധികമോ നിയമലംഘനം നടത്തിയാൽ വാഹനം ഓടിക്കുന്ന ആളുടെ ലൈസൻസ് റദ്ദ് ചെയ്യും. തുടർച്ചയായി നിയമലംഘനം നടത്തുന്ന വാഹനത്തെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി കോടതിയുടെ അനുവാദത്തോടെ മോട്ടോർ വാഹന വകുപ്പിന് കസ്റ്റഡിയിലെടുക്കാം. RTOയ്ക്കാണ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ അധികാരമുള്ളത്. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപ് വാഹന ഉടമയുടെ ഭാഗം കേൾക്കണമെന്നും പുതിയ ചട്ടത്തിലുണ്ട്. ചെലാൻ ലഭിച്ച 45 ദിവസത്തിനുള്ളിൽ തുക അടയ്ക്കണം. കാലാവധി നീട്ടി നൽകില്ല. ചെലാൻ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ ചെയ്യാം. പരാതിയുണ്ടെങ്കിൽ തെളിവുകൾ സഹിതം അപ്പീലും നൽകാം. ഒരു വ്യക്തിക്ക് ചലാൻ ചോദ്യം ചെയ്യണമെങ്കിൽ അയാൾ തന്നെ കോടതിയെ സമീപിക്കണം. മുൻപ് വകുപ്പ് കോടതിയെ സമീപിക്കുമായിരുന്നു. ഇപ്പോൾ തെറ്റ് നടന്നിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള ബാധ്യത വ്യക്തിക്കായിരിക്കും. 45 ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്തില്ലെങ്കിൽ കുറ്റം സമ്മതിച്ചതായി കണക്കാക്കും. അങ്ങനെയുള്ളവർ 45 ദിവസം കഴിഞ്ഞുള്ള അടുത്ത 30 ദിവസത്തിനുള്ളിൽ തുക അടയ്ക്കേണ്ടി വരും. പരാതി നൽകിയാൽ അത് 30 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം. പരാതി ശരിയാണെന്ന് കണ്ടാൽ ചലാൻ റദ്ദാക്കും. പരാതി തള്ളുകയാണെങ്കിൽ ഉത്തരവ് വന്ന് 30 ദിവസത്തിനുള്ളിൽ തുക അടയ്ക്കണം. വീണ്ടും കോടതിയെ സമീപിക്കണമെങ്കിൽ ചലാൻ തുകയുടെ 50% കെട്ടിവയ്ക്കണം. പരാതി തള്ളിയിട്ടും 30 ദിവസത്തിനുള്ളിൽ തുക അടയ്ക്കുകയോ കോടതിയെ സമീപിക്കുകയോ ചെയ്തില്ലെങ്കിൽ കുറ്റം സമ്മതിച്ചതായി കണക്കാക്കും. അടുത്ത 15 ദിവസത്തിനുള്ളിൽ തുക അടയ്ക്കുകയും വേണം. ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരുടെ യോഗത്തിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UDF-നുള്ളിൽ ഒന്നാം ഘട്ട സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഗുരുവായൂരും തിരുവമ്പാടിയും വെച്ചുമാറാൻ തയ്യാറാണെന്ന് മുസ്ലിം ലീഗ് അറിയിച്ചു. തിരുവമ്പാടി CMPക്ക് നൽകിയാൽ CP ജോൺ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം കോട്ടയത്തും ഇടുക്കിയിലും ഉള്ള ഒറ്റ സീറ്റ് പോലും വിട്ടു നൽകില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ്. ജോസഫ് വിഭാഗവുമായുള്ള ഉഭയകക്ഷി ചർച്ച 27-നാണ്. ജനുവരി അവസാനത്തോടെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാനാണ് UDF-ന്റെ ശ്രമം. ഒന്നാം ഘട്ട ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മുസ്ലിം ലീഗ്, CMP, RSP എന്നീ ഘടകകക്ഷികളുമായി ചർച്ചകൾ നടന്നു. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നില്ലെങ്കിലും സിറ്റിംഗ് സീറ്റുകൾ വെച്ചുമാറാനുള്ള ചർച്ചകൾ സജീവം. മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണ 27 ഇടങ്ങളിലാണ് മത്സരിച്ചത്. ഇക്കുറി അത്രയും എണ്ണത്തിൽ മത്സരിക്കുമെങ്കിലും ജയസാധ്യതയില്ലാത്ത പല സീറ്റുകളും വെച്ചുമാറാൻ തയ്യാറാണ്.
ഗുരുവായൂരും തിരുവമ്പാടിയും വിട്ടു നൽകാമെന്ന് ലീഗ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം പാലക്കാട്ടെ കോങ്ങാടും വിട്ടു നൽകാൻ ഒരുക്കമാണ്. പകരം ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ വേണമെന്നാണ് ആവശ്യം. കോങ്ങാട് നൽകുമ്പോൾ കോൺഗ്രസിൽ നിന്ന് പട്ടാമ്പി വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. തിരുവമ്പാടിയിൽ കോൺഗ്രസ് മത്സരിച്ചില്ലെങ്കിൽ CMPക്ക് നൽകാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ CP ജോൺ ആകും സ്ഥാനാർത്ഥിയാകുക. എന്നാൽ തിരുവനന്തപുരം സെൻട്രൽ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CMP. കോൺഗ്രസ് മത്സരിക്കുന്ന സെൻട്രൽ വിട്ടു നൽകുന്നതിൽ ചർച്ചകൾ തുടരുകയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച നെന്മാറയ്ക്ക് പകരം ഇക്കുറി കുന്നമംഗലം വേണമെന്ന ആവശ്യവും CMP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം കേരള കോൺഗ്രസ് ആകട്ടെ മുമ്പ് മത്സരിച്ച 10 ഇടങ്ങളിൽ ചിലത് വെച്ചുമാറാൻ തയ്യാറാണെങ്കിലും കോട്ടയത്തും ഇടുക്കിയിലും ഒറ്റ സീറ്റ് പോലും വിട്ടു നൽകില്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ, ഇടുക്കി സീറ്റുകൾ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളെന്നാണ് ജോസഫ് വിഭാഗം കണക്കുകൂട്ടുന്നത്. ഈ മാസം 27, 28 തീയതികളിൽ കേരള കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി 27 കോൺഗ്രസ് തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേരുമെന്ന് KPC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ജില്ലാ തലങ്ങളിലും യോഗങ്ങൾ 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. സീറ്റ് നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി കോൺഗ്രസും UDFും മുന്നോട്ട് പോവുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചു. 27-ാം തീയതി തന്നെ കേരളത്തിലെ കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റി 27-ന് തിരുവനന്തപുരത്ത് ചേരുന്നു. അതേ തുടർന്ന് ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാരുടെയും DC പ്രസിഡന്റുമാരുടെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും ജില്ല തിരിച്ചുള്ള യോഗങ്ങൾ 3 ദിവസം കൊണ്ട് KPCC ചേരുകയാണ്. സീറ്റ് ചർച്ച ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് UDFും കോൺഗ്രസും മുന്നോട്ട് പോവുകയാണ്. സീറ്റുകൾ വെച്ച് മാറുന്നത് ഇപ്പോൾ ചർച്ചയിലേ ഇല്ലെന്നാണ് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് പറയുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ ഇത്തവണയും മത്സരിക്കും. ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങുന്നതേയുള്ളൂ. മാണി വിഭാഗത്തിന്റെ മുന്നണി പ്രവേശനം UDF ചർച്ച ചെയ്തിട്ടില്ല. മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കും. തൊടുപുഴയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ കൃത്യസമയത്ത് തീരുമാനമെടുക്കുമെന്നും PJ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും UDFിന്റെ സാധ്യതകളും വിലയിരുത്താൻ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ വിശദീകരണവുമായി ശശി തരൂർ MP രംഗത്തെത്തി. പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് പാർട്ടി നേരത്തെ അറിയിച്ചിരുന്നു. തന്റെ പുസ്തകം KLFൽ പ്രകാശിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. രാഷ്ട്രീയ പരിപാടിയുടെ പേരിൽ ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിലെ പുസ്തക പ്രകാശനം മാറ്റേണ്ടി വന്നു. അതുകൊണ്ടാണ് കോഴിക്കോട് പങ്കെടുത്തത് എന്നും അദ്ദേഹം പറഞ്ഞു. നോക്കൂ, എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പാർട്ടി നേതൃത്വത്തോട് നേരിട്ട് പറയണം നല്ലത്. നിങ്ങൾ പല കാര്യങ്ങളും എഴുതിയ മാധ്യമത്തിൽ അതിൽ ചില കാര്യങ്ങൾ ശരിയായിരിക്കും, ചില കാര്യങ്ങൾ ശരിയായിരിക്കില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ പബ്ലിക്ലി ചർച്ച നടക്കുന്നത് ശരിയല്ല. ഞാൻ പോയില്ലേ, ഞാൻ പാർട്ടി നേതൃത്വത്തെ നേരത്തെ അറിയിച്ചു ഞാൻ വരുന്നില്ല എന്ന്. എനിക്ക് എന്തായാലും ഇവിടെ വാക്ക് കൊടുത്തായിരുന്നു. ഇതിനെ ക്യാൻസൽ ചെയ്തിട്ട് പോയിട്ട് വരേണ്ടിയിരുന്നു. കോഴിക്കോടേക്ക് വരാനും പോകാനും കുഴപ്പമില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഒന്നുമല്ലെങ്കിൽ ഇത് ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്യണം. ഞാൻ പറഞ്ഞു ഈ സ്ഥിതി ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഞാൻ ഉറപ്പമായിട്ട് പാർലമെൻറ്റിലെ എല്ലാ വിധത്തിലും പങ്കെടുക്കുമ്പോൾ പാർട്ടിയെ ആ സമയത്ത് കാണാൻ നേതൃത്വത്തിന്. പക്ഷേ എനിക്ക് പറയാനുള്ളത് പാർട്ടിയുടെ അകത്ത് തന്നെ പറയണം, നല്ലത് മാധ്യമക്കാരുടെ മുമ്പിലല്ല. എൻ്റെ ഉദ്ദേശമായിരുന്നു, ഞാൻ പാർട്ടി നേതൃത്വത്തിൽ പറഞ്ഞത്, ഇവിടെ വരട്ടെ, ഈ ശ്രീനാരായണ ഗുരു പുസ്തകം പ്രത്യേകിച്ച് എനിക്ക് ലോകത്തിന് മുമ്പിൽ പ്രകാശിപ്പിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അത് കേരളത്തിനെ ബന്ധപ്പെട്ടതും എൻ്റെ ഓരോരോ ചിന്തകളെക്കുറിച്ച് എനിക്ക് ആ പുസ്തകത്തിനെ പ്രകാശിപ്പിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിവൽ എനിക്ക് ഒരിക്കൽ മുടക്കേണ്ടി വന്നു, രാഷ്ട്രീയ ചടങ്ങിൻ്റെ കാരണം. അതുപോലെ തന്നെ ഇതിനെയും മുടക്കേണ്ട പറഞ്ഞ് ഇവിടെ വന്നതാണ്. ഡൽഹിയിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ചർച്ചയിൽ ശശി തരൂർ പങ്കെടുക്കാത്തത് മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന് പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കും. മതരാഷ്ട്രവാദത്തിൽ നിന്നും പിന്നോട്ടു പോയി എന്നാണ് ജമാഅത്തെ ഇസ്ലാമി തങ്ങളോട് പറഞ്ഞതെന്നും VD സതീശൻ പറഞ്ഞു. അദ്ദേഹം വ്യക്തിപരമായി നേരത്തെ മുൻകൂട്ടി പോയ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ടാണ് എത്താൻ കഴിയായിരുന്നെന്ന് അറിയിച്ചിട്ടുണ്ട്. 2020 തകർക്കാൻ LDFും UDFും ആസൂത്രിതമായി ശ്രമിച്ചപ്പോഴാണ് NDAയിൽ ചേരാൻ തീരുമാനിച്ചതെന്ന് സാബു ജേക്കബ്. ഏറെ നാളത്തെ ചർച്ചയ്ക്കൊടുവിലാണ് തീരുമാനം. NDA പ്രവേശനത്തിന് പിന്നാലെ പാർട്ടി വിട്ടവരെ കുറ്റം പറയാനില്ല. എന്നാൽ പുതിയതായി ഒരുപാട് പേർ പാർട്ടിയിലേക്ക് എത്തിയെന്നും സാബു ജേക്കബ് പറഞ്ഞു. 2020യുടെ NDA പ്രവേശനത്തിൽ വിശദീകരണം നൽകുകയായിരുന്നു പാർട്ടി അധ്യക്ഷൻ സാബു M ജേക്കബ്. 2020യെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ച് LDFും UDFും ആസൂത്രിതമായി ആക്രമിച്ചു. പാർട്ടിയെ തുടച്ചു നീക്കാനുള്ള ശ്രമമുണ്ടായപ്പോഴാണ് NDAയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. മുന്നണി പ്രവേശനത്തിൽ സംസ്ഥാന ഘടകത്തിലും ജില്ലാ ഘടകത്തിലും ചർച്ച നടത്തിയിരുന്നു. NDAക്കൊപ്പം ചേരുന്നതിലായിരുന്നു ഭൂരിഭാഗത്തിന്റെയും അഭിപ്രായമെന്നും സാബു ജേക്കബ് പറഞ്ഞു. 2020 പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും
ജില്ലാ കമ്മിറ്റിയിലുമെല്ലാം ചർച്ച ചെയ്ത് വളരെ മുമ്പ് തന്നെ തീരുമാനമെടുത്തുള്ളൊരു കാര്യമാണ്. ഈ ചർച്ചയിൽ പലരും സ്വതന്ത്രമായിട്ട് തന്നെ നിന്നാൽ മതി എന്നുള്ള അഭിപ്രായക്കാരുണ്ടായിരുന്നു. UDFൻ്റെ കൂടെ ചേരണമെന്നുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ടായിരുന്നു. എന്നാൽ LDFൻ്റെ കൂടെ കൂടണമെന്ന് ഒരാൾ പോലും അഭിപ്രായമുണ്ടായിരുന്നില്ല. അതേ സമയത്ത് ഭൂരിപക്ഷം ആളുകളും NDAയുടെ കൂടെ ഭാഗമാകണം എന്നുള്ള അഭിപ്രായമാണ് അവിടെ രേഖപ്പെടുത്തിയത്. അങ്ങനെ ആ യോഗത്തിൽ യുക്തമായ തീരുമാനമെടുക്കാനായിട്ട് പാർട്ടി അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായ, ആരും അറിയാതെ, ആരോടും ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനമാണ് എന്നുള്ളത് വസ്തുതാവിരുദ്ധമാണ്. 2020 BJPയിൽ ലയിച്ചു എന്നത് തെറ്റായ വ്യാഖ്യാനമാണ്. BJPക്കൊപ്പം ചേരുമ്പോൾ തങ്ങളുടെ ആശയങ്ങളും മൂല്യങ്ങളും ബലി കഴിക്കില്ല. തീരുമാനത്തിൽ പ്രതിഷേധിച്ച് 2020 വിട്ടുപോയവരെ കുറ്റം പറയില്ല. സ്വാഭാവികമായി വിട്ടുപോകൽ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായത്. ഇനിയും ആളുകൾ വിട്ടുപോയേക്കാം. ഒരാൾ പോകുമ്പോൾ 100 പേർ വരും. ഇത് മാറ്റത്തിന്റെ തുടക്കമാണെന്നും സാബു ജേക്കബ് വ്യക്തമാക്കി. 2016 സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപം കൊണ്ടു കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അതിൽ നിന്ന് വിട്ടുപോയി. അന്നും ഇത് നടന്നിരുന്നു. പക്ഷേ പാർട്ടി വീണ്ടും ശക്തിയായി മുന്നോട്ട് പോയി. ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇതും ഞങ്ങളെ സംബന്ധിച്ചൊരു പരിണാമമാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു തീരുമാനം ഞങ്ങളെടുത്തു. ഒരു പ്രാദേശികമായിട്ട് ഒരു പ്രദേശത്ത് മാത്രമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ദേശീയ തലത്തിലേക്ക് വളർന്നു. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തലത്തിലേക്ക് വളർന്നു. ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് പറയുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ടോ എന്നും സാബു ജേക്കബ് ചോദിച്ചു. ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇടതും വലതും നടത്തുന്നത്. NDA പ്രവേശനത്തിലൂടെ 2020 ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നതിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും സാബു ജേക്കബ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊച്ചി. LDFനോട് മതിപ്പുണ്ടെങ്കിലും ചില വിമർശനങ്ങൾ ഭവന സന്ദർശനത്തിനിടെ ജനങ്ങൾ ഉന്നയിച്ചതായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചില അസ്വാരസ്യങ്ങളുണ്ടെങ്കിലും ഇടതുപക്ഷം തങ്ങളെ കേൾക്കാൻ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പാർട്ടി നടത്തുന്ന ഭവന സന്ദർശനം 31-ന് സമാപിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളെ മറക്കുന്ന നിലപാട് LDFന് ഇല്ലെന്ന്, ന്യൂനപക്ഷങ്ങളുമായുള്ള ബന്ധം LDF ഉലഞ്ഞു പോകാൻ പാടില്ലെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്ക് അദ്ദേഹം പ്രതികരിച്ചു. എല്ലാ സ്ഥലങ്ങളിലും അവരെ കാണാൻ വേണ്ടി വീടുകളിലെത്തിയ സഖാക്കളോട് ഉള്ളു തുറന്ന് സംസാരിച്ചു. എല്ലാ വീടുകളിലും അത്യാവശ്യ സമയമെടുത്തുകൊണ്ട് അവരുമായി സംസാരിക്കാൻ പാർട്ടി സ്ക്വാഡുകൾക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. ഓരോ സ്ക്വാഡിലും പാർട്ടിയുടെ നേതാക്കന്മാർ പലരും പങ്കെടുത്തിട്ടുണ്ട്. മന്ത്രിമാരും ദേശീയ സംസ്ഥാന നേതാക്കളും എല്ലാം പങ്കെടുത്ത ആ പരിപാടിയെ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ശ്രദ്ധാപൂർവം വീക്ഷിച്ചു.